ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്സ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് ക്രൂരതയൊന്നുമല്ല. അതൊരു തരം സെൽഫ് റെസ്പെക്റ്റാണ്. അല്ലാതെ അങ്ങനെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ എൻ്റർടൈൻ ചെയ്ത് അവർക്ക് നമ്മളെ മൊത്തമായിട്ട് ഡ്രെയിൻ ഔട്ട് ചെയ്യാനുള്ളൊരു സമയം കൊടുത്ത്, നമ്മളെ ഡൗട്ട്ഫുള്ളാക്കി വെക്കാനുള്ള സമയം കൊടുത്ത്, നമ്മളെ യാതൊരു റെസ്പെക്റ്റും ഇല്ലാത്ത ആ ഒരു തലത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന രീതിയിലുള്ള ആൾക്കാരാണെങ്കിലും ശരി, അങ്ങനെയുള്ള റിലേഷൻഷിപ്സ് ആണെങ്കിലും ശരി, അത് നമ്മൾ വേണ്ട എന്ന് വെക്കുന്നത് നമ്മൾക്ക് നമ്മളോട് തന്നെയുള്ള ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് കാണിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കും നമ്മളെല്ലാവരെയും സ്നേഹിക്കണം, നമ്മൾ സ്നേഹിക്കുന്നവരായിരിക്കണം, നമ്മൾ സ്നേഹിക്കപ്പെടണം, ഇല്ലേ? പക്ഷെ ഇങ്ങനെയുള്ള ഈ സ്നേഹം എന്നുള്ള ഈ വാക്കിൻ്റെ കൂടെ വിശ്വസ്തത അല്ലെങ്കിൽ ലോയൽറ്റി എന്ന ഒരു പദം കൂടി നമ്മൾ കൂട്ടത്തിൽ ചേർത്തില്ല എങ്കിൽ നമ്മൾ എല്ലാ രീതിയിലും, ഇപ്പോൾ ഒരാളോടാണെങ്കിലും ഒരു കുടുംബ ബന്ധത്തിലാണെങ്കിലും നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു പരസ്പര ബന്ധത്തിന് ഈ വിശ്വസ്തത ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധം കൂടുതൽ നാൾ തുടർന്നു പോവില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിൽ സ്നേഹിക്കപ്പെടണമെങ്കിൽ ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഒരു വിശ്വസ്തത എന്ന ഒരു വാക്ക് കൂടി ഇൻവോൾവ് ആയില്ലെങ്കിൽ അത് വെറും ശൂന്യമാണ്. ചില ആൾക്കാരൊക്കെ പറയാറില്ലേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു സോ മച്ച്, അല്ലെങ്കിൽ വി ലവ് യു, ഞങ്ങൾ നിനക്ക് വേണ്ടി കെയർ ചെയ്യാം, വി കെയർ ഫോർ യു, ഇല്ലേ? അല്ലെങ്കിൽ എല്ലാ ദിവസവും അവർ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എല്ലായ്പ്പോഴും വിഷ് ചെയ്യുക, നമ്മുടെ സ്പെഷ്യൽ ഡേയ്സിൽ നമ്മളെ വിഷ് ചെയ്യുക. ഇതെല്ലാം ശരിയാണ്, ഇങ്ങനെയൊക്കെ പലരും സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അളക്കാനുള്ള ഒരു കോല്. എപ്പോഴാണോ നമ്മൾക്ക് വേദനകൾ വരുന്നത്, എപ്പോഴാണോ നമ്മൾക്ക് ഒറ്റപ്പെടലുകൾ വരുന്നത്, എപ്പോഴാണോ നമ്മൾക്ക് തോന്നുന്നത് മറ്റൊരാളുടെ കരുതൽ നമ്മൾക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ സമയത്ത് ഈ പറയപ്പെടുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഡെയിലി നമ്മളെ റിമൈൻഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാർ ഈ സമയങ്ങളിൽ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് സ്നേഹം തരാൻ, ഒരു കരുതൽ തരാൻ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നൊന്ന് പറയുന്ന വാക്ക് അതൊന്ന് കേൾക്കാൻ, ഇല്ലേ? അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കുക. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ആൾക്കാർ നമ്മൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ, നമ്മളോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ അവരുടേതാണ് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പാണ് വിശ്വസ്തയോടു കൂടിയ പരസ്പര ബന്ധം. അല്ലാത്തതൊന്നും വിശ്വസ്തതയുള്ള ബന്ധങ്ങളല്ല, അതെല്ലാം ഒരുതരം ടോക്സിക് റിലേഷൻസ് ആണ്. ഒരിക്കലും ഒരു യഥാർത്ഥമായിട്ട് സ്നേഹിക്കപ്പെടുന്ന ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരോട് നമ്മൾക്ക് ഒരിക്കലും യാചിക്കേണ്ടി വരില്ല. എനിക്ക് വേണ്ടി ഇന്നത് ചെയ്യൂ, എന്നെ ഒന്ന് നോക്കൂ എന്ന് നമ്മൾക്ക് യാചിക്കേണ്ടി വരില്ല. ഒരു നല്ല വിശ്വസ്തതയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾക്ക് ഉള്ളത് എങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് നമ്മളെ ഒരിക്കലും വേദനിപ്പിക്കില്ല. അതുപോലെ എപ്പോഴും നമ്മളെ കരുതാമെന്ന് പറയുന്ന വാക്കുകൾക്ക് അത്രമേൽ വിശ്വസ്തതയുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ കരുതേണ്ടുന്ന സമയത്ത് അവർ വാനിഷായി പോവില്ല, അവർ അപ്രത്യക്ഷരാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഒരാൾ ഇങ്ങനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഒരു പാറ്റേൺ കൂടി നമ്മൾ നോക്കണം, വേണ്ടേ? നമ്മളുടെ ആവശ്യ സമയത്ത് അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്, ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ഇതൊക്കെ യഥാർത്ഥത്തിലുള്ള സ്നേഹമാണോ, യഥാർത്ഥത്തിലുള്ള റിലേഷൻഷിപ്പാണോ, വിശ്വസ്തയോട് കൂടിയ ബന്ധങ്ങളാണോ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മളെ തിരിച്ചറിയുക ആദ്യം, നമ്മൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക ആദ്യമായിട്ട്, നമ്മൾ നമ്മളുടെ ഐഡൻറ്റിറ്റി നിലനിർത്തുക. അതിനുശേഷം നമ്മൾക്കുള്ള റിലേഷൻഷിപ്പിൻ്റെ ലോയൽറ്റി അല്ലെങ്കിൽ വിശ്വസ്തത എത്രയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. അതില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം ആ ബന്ധം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ആ ഒരു റിലേഷൻ അവിടെ അവസാനിപ്പിച്ച് നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരായിരിക്കുക.